അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കാത്തിരുന്ന് ഇന്നത്തെ ദിവസമാണ് നമ്മുടെ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തത്. സീതത്തോടേക്ക് വരുന്ന നമ്മുടെ 24 സബ്സ്ക്രൈബേഴ്സ് ഇന്ന് ഒത്തുകൂടുന്ന ദിവസമാണ്. പിന്നെ നമ്മളും ബാക്കിയുള്ളവരും എല്ലാം കൂടെ ഞങ്ങളൊരു 40 പേര് അടുപ്പിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഓടിപ്പിടിച്ച് എന്തൊക്കെയോ എടുത്ത് സാധനം. അപ്പോൾ എല്ലാവരും എത്തി. അവിടെ അണ്ണാണി അമ്മും കുഞ്ഞും ഉണ്ട്, പിന്നെ സൈന വന്നിട്ടുണ്ട്, പിള്ളേരും ഉണ്ട്. ഞങ്ങൾ വേണ്ട സാധനം എല്ലാം വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോവാണ്. ചക്കയോ തേങ്ങയോ മാങ്ങയോ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെ കൈ കിട്ടിയൊക്കെ പൊറുക്കി അബിയും ഒക്കെ ഉണ്ട്. അപ്പോൾ പോട്ടെ, പിടിക്കട എല്ലാവരെയൊക്കെ ഇങ്ങനെ പോയി എടുത്തിട്ടോ. ഇങ്ങനെ ആദ്യം എല്ലാവരും ഞങ്ങളുടെ ചിയർ ഗേൾ അല്ലെ അമ്മു, ഞങ്ങളുടെ ചിയർ ഗേൾ, വെൽക്കം ഗേൾ. ആ പോട്ടെ, മഴയ്ക്ക് മുന്നേ വയ്ക്കോ. വരും അങ്ങ് വരും. ശരിട്ടാ, അത് കൊടുത്തേക്കാം. ആ കൊടുത്തോളൂ. ദേഹണ്ട് ചിയർ ഗേൾ. ഇവന്റെ വാപ്പ കാണുന്നുണ്ടെങ്കിൽ ഇവനാട്ടോ പണിയെടുക്കുന്നത്. ഈ പയ്യനെ ഞാൻ കണ്ട എവിടോ നല്ല ആ ചക്ക എടുക്കുന്ന ചേട്ടൻ. അപ്പോൾ 2-3 നമ്മളെ ഇവിടെ വന്ന ആൾക്കാരുടെ വണ്ടിയാണ്. 1-2 വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്, അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫുഡ് വയ്ക്കാനുള്ള സാധനം, വീട്ടിലെ സാധനങ്ങൾ, എല്ലാ സാധനവും ഇറക്കിക്കൊണ്ടിരിക്കുക. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് പണിയെടുക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ്. നീ വീഡിയോ എടുക്കണ്ട, ഞാൻ എടുക്കാം. അതെ, ചുടാനുള്ള പറങ്ങാണ്ടി. ഇനി വൈകിട്ട് കുറച്ച് സാധനം കൂടെ വരും. ചെരവാ, ഈശ്വര, ഇത്രയൊക്കെ ഒരു ജീപ്പേ കയറുമോ? കൊടുത്തു, അവൻ്റെ സന്തോഷമല്ലേ. ഇതാണ് നമ്മുടെ പ്രശസ്തിയായ സൈനയുടെ പ്രശസ്തനായ മകൻ. എന്തിനാ പൊത്തോന്ന് കൊണ്ടിട്ടെ? അതിനകത്ത് കുറേ സാധനമുണ്ട്. പാലും പഴവും അബിയും ഉണ്ട്. നമ്മുടെ കോഴിമുട്ട, നമ്മുടെ കൈതച്ചക്ക ഒക്കെ 2-3 ദിവസം മുന്നേ ഒടിച്ചു വെച്ചതാ. ഇനിയെല്ലാം നമ്മൾ അവിടെ ചെന്നിട്ട് ഇനി ഇത് താഴോട്ട് നോക്കണം. അത് അതിലും വലിയത്. ആ ചട്ടി മാത്രം പൊട്ടിക്കല്ലേ കേട്ടോ. എന്ത് ഭീമാകാരനായ ചട്ടി. ഇങ്ങനെ കാണുമ്പോൾ ചെറുതാന്ന് തോന്നിയാലും എത്ര വേണേലും അതിൽ കൊള്ളും. മീനങ്ങ് ചട്ടിക്കകത്ത്. അതെ, ഇതെല്ലാം നമ്മുടെ വണ്ടിയുടെ ഡിക്കിയിലിരുന്ന സാധനമാണ്. ഇത്രയും സാധനങ്ങൾ ഒരു ഡിക്കിയിൽ, ഒരു പിക്കപ്പിന് അടിക്കാനുള്ള സാധനങ്ങളുണ്ട്. സത്യം. അവന് സീറ്റ് ഉറപ്പായി. ഈശ്വര, എന്തെന്നത് എടാ, ഇതൊക്കെ ലൈഫ് എക്സ്പീരിയൻസ്. അവിടെ ഇരുന്നോ. നമ്മുടെ ചക്ക. നിന്റെ ചെരുപ്പിന് തന്നെ വേണം 1 ഏക്കർ സ്ഥലം. അപ്പൊ മറ്റേ ചക്ക പറിച്ചിട്ട് എന്ത് ചേട്ടാ? ആ വെച്ചോ, അതിനകത്ത് ഏത്തക്കൊക്കെ. നീ അവിടെ ഇരുന്നാ മതി കേട്ടോ, സ്ഥലമില്ല. നല്ല എക്സ്പീരിയൻസാ. ഇല്ല, സാരമില്ല, കൊതിയൊക്കെ തീരട്ടെ. അതെ, മാസ് എൻട്രി. അത് തന്നെ. ഇച്ചിരി മഴ വൈകിട്ട് പെയ്ത രസമാണ്. വിറക് എത്തിച്ചേർന്നു. ശരി. എന്താടാ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോന്ന്? 2 എണ്ണം. വലിയ ചട്ടി. മീൻ കുറെ ഉണ്ടേ. ഇല്ല, കുഴപ്പമില്ല, ഒരുമിച്ച്. എടാ, നീ വല്ല പ്ലാവേല് കയറി കൊരങ്ങനാന്ന് പറഞ്ഞിരിക്കല്ലേ കേട്ടാ. അവ സ്പീക്കർ ഇട്ടതാ. മഞ്ഞപ്പൊടി അല്ല, മല്ലിപ്പൊടി. മര്യാദക്ക് അവിടെ മിണ്ടാണ്ടിരുന്നു. നീ വണ്ടി എന്നാ ഇങ്ങോട്ട് എടുത്തിട്ട് പോയി, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അതെ, എടാ ചക്ക കിട്ടിയാ പറിച്ചോട്ടോ. അളിയനും ഡോറ് തുറന്നത് 2 അളിയന്മാരും അളിഞ്ഞു കിടക്കുവാണ്. കൊറേ ചക്ക വിട്ടു. അതന്നെ കൊള്ളിച്ചു പറയുന്ന പോലെ, കൊള്ളിച്ചു ചിരിക്കുന്ന പോലെ. അച്ഛനും അമ്മയൊക്കെ വൈകിട്ട് വരും.
അങ്ങനെ നമ്മളെ ചക്ക ഈ ചക്കയാണ് ഞാൻ വീഡിയോയിൽ കൊതിപ്പിക്കുന്ന കാണുന്നത്. അത് ഈ കവറില് അപ്പോൾ ഒരു കാര്യമുണ്ട്, മഴ ആയതുകൊണ്ട് മധുരം കുറവാണോന്ന് അറിയത്തില്ല. മറ്റേ ചക്ക ശരിയായില്ലെങ്കിൽ ഈ കവറിലെ ചക്ക ഓരോ പീസ് കഴിച്ചോ. നമ്മുടെ ആൾക്കാരൊക്കെ പാചകം തുടങ്ങി. ഇവിടെ ഷെഫ് ഹമ്മു. ഹലോ, കഴിക്കുന്നത് ആ കവറിലെ ചക്ക നോക്ക്. അത് മറ്റേ പെട്ടെന്ന് കഴിച്ചാൽ കിട്ടും. ഇത് പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാത്ത ഒരാള് സൈനിപ്പിക്കാറുള്ള ചക്ക. ഇത് വേറെ വലിയ പ്ലാവേല് അല്ലാത്ത ചക്ക. അതിന് വ്യത്യാസം കാണും. അതെ പറഞ്ഞ പെട്ടെന്ന് കഴിച്ചാൽ കിട്ടും അല്ലേ? പെട്ടെന്ന് കഴിച്ചാൽ ഇത് കിട്ടും. ഇനിയത്തെ വരുന്നവരുടെ ശ്രദ്ധിക്കേണ്ടല്ലേ? അതെ അതെ. എവിടാ ഇനി നട്ടാ മതി. 1 വർഷം 2 വർഷം കൊണ്ടെല്ലാം കഴിക്കും. മിക്സി ആടാ. നീ ഇതൂടെ ഒന്ന് പിടിച്ചേ. നിനക്ക് 2 കൈ ദൈവം തന്നേക്കുന്ന എന്റെ ഫോണോടെ പിടിക്കാനാ. എന്തായാലും തന്നിരിക്കും, ഉറപ്പായിട്ട് തന്നിരിക്കും. ഞങ്ങളൊക്കെ ആദ്യം തിന്നാൻ പോകുന്നവരാ. ടേസ്റ്റ് ചെയ്ത് നോക്ക്. തൊലി വേണ്ട. ഇത് മാത്രം കഴിക്കും. അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ടൈറ്റായോ? ചാടിക്കോന്നാ പഠിപ്പിക്കണം. ഞാൻ എവിടെ തിന്നാനാ? മുന്നോട്ട് പോലെ ആരും കണ്ടില്ല. കഴിക്കോ? അഞ്ഞ ഒന്ന് എടുത്തു.
അതന്നെ കരളിലെ എല്ലാം കൊടുത്തു. അപ്പം നമ്മൾ വൈകിട്ട് കഴിക്കുന്നതെന്ന് വീഡിയോ ചേച്ചി ഓർക്ക് ഞാൻ പണിയെടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിന്ന് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ വൈകിട്ട് കപ്പ വേവിച്ചത്, ചക്ക വേവിച്ചത്, പിന്നെ നമ്മുടെ തന്നെ നാട്ടിലെ നല്ല ഒന്നാന്തരം മീൻ കറി വെച്ചത്. അതാണ് ചക്കയും കപ്പയൊക്കെ ഇവിടുത്തെ തന്നെ കേട്ടോ. അപ്പോൾ നമ്മളത് ഉണ്ടാക്കി കഴിക്കുകയാണ്. എല്ലാവരും ഓരോ പണിയെടുക്കുക. കൈ ഒഴിയുമോ മാഡം? പാവം എന്തൊക്കെ ജോലി എന്തൊക്കെ. വെള്ളം തരാൻ കുടിക്കാൻ കുളിച്ചു. സിഗ്നേച്ചർ ഐറ്റം ആണ്. സ്ഥാപനത്തിന്റെ ഉടമയാണത്. ഒന്നും അറിയാത്ത പോലെ ഈ നിൽക്കുന്നത് കണ്ടോ. നമുക്ക് വിറവും കൊണ്ട് വന്നതാ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഈ സംഭവത്തിന്റെ ജീപ്പിൽ കൊണ്ടുവന്ന വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ, സജീവമാർ നമുക്ക് ചക്ക വേവിക്കാൻ ഒരു പച്ചച്ചുള അതെ അതെ. അത് വേണ്ടായിരുന്നിട്ടാ ചേച്ചി. എന്താ അങ്ങനെ ഒരു ടോക്ക്? പൂപ്പാറ അങ്ങനെയുള്ള ഗ്രാമ കാടിനുള്ളിൽ ടെന്റ് എടുത്തുള്ള വണ്ടി പോകുന്നു. വീണ്ടും പണിയെടുക്കാണ്. എന്നിട്ട് അവള് പിന്നെ ഒരു തായ്ലൻഡ് ട്രിപ്പ് പറയാൻ ദീപ്തിയുടെ കൂടെ വരണമെന്നാണ്. ഞാൻ അറിയത്തില്ലായിരുന്നു. അത് പ്രത്യേകം പറയണം. എടുത്തു പറയാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? സിഗ്നേച്ചർ ഐറ്റം. പറയുന്നിട്ട് ചേച്ചിക്ക് നന്നായിട്ട് ചക്ക ഇങ്ങനെ ശരിയാക്കാൻ അറിയാം. എവിടെ പോയാലും ഇതുണ്ട്.
കട്ടി കുറവല്ലേ ഇത് പറക്കാനല്ല. കുടുങ്ങി പോയ എടുക്കലേട്ടാ. ചേട്ടാ അല്ല ചേച്ചി വീട്ടിൽ പ്രശ്നക്കാരൊന്നും ഇല്ലല്ലോ. അതിൽ ഇത്ര ധൈര്യം വളരെ രസല്ലേ ഇരിക്കട്ടെ. എത്ര ആരാധികമാരാ ചേട്ടാ. വീഡിയോ കാണുന്ന തോന്നുന്നു. ചേച്ചി വീഡിയോ കണ്ടോ? അമ്മോ ചേച്ചി വീഡിയോ എന്താണ് ഇതിനെ പറ്റി ഒരു 2 വാക്ക് പറയൂ. മറ്റേടത്ത് കയ്യിലിട്. തലയ്ക്കെല്ലാം പറ്റിയോ? കഷ്ടപ്പാടല്ലേ അത് മൊത്തം നേരം. എന്ത് നിസ്സാരം. ഒന്നുകൂടി നോക്ക്. അങ്ങറ്റത്ത് കൊണ്ടുവരണേ, വഴിയിടല്ലേ. പക്ഷെ നല്ല തണുപ്പ്. ഉറപ്പിക്കാവോ? ഇനി രാത്രി ഉണ്ടോ? ഇപ്പൊ രാത്രിയായി, ഒന്നുകൂടെ ചാടിട്ടുവാ. അല്ല അവനിപ്പോ തണുത്തിട്ടാ. ചേച്ചി വേണ്ട ബാഗിലുണ്ട്. അതിന്റെ ഒന്നെന്തിയേ?
അതിനകത്ത് കാറ്റ് ഞാൻ എവിടോട്ടിട്ടു? നിനക്കിനി ചാടുമ്പോ എന്ത് ചെയ്യും? ഈ അടുക്കള തന്നെ ഉണ്ട്. ആ സ്വിച്ചിന്റെ അടുത്ത് ചേച്ചി. മക്കളെ ഒരു വീഡിയോയാ നിർത്താണ്ടൊക്കെ എടുക്കുക. എന്തിനോ നടക്കെടുത്ത് നങ്ങാളം പിന്നെ നടക്കൂ. നല്ല കാര്യമാണ്. കിടു കാലയിലൊക്കെ തിളക്കം വെച്ചു കൊടുത്ത്. കാലയിലൊക്കെ തിളക്കം വെച്ചു കൊടുത്ത്. ഒരെണ്ണം എടുത്തിട്ട് പോവാ. ഇതോ ഇത് തൊട്ടാനെ കടിക്കാൻ കണ്ട കടിക്കാം. ദീപുവിന്റെ കാലത്തോളം എന്താ ഒന്നും പറയത്തേ? എന്നൊന്നും പറയത്തില്ല. എന്നാ എനിക്കൊരു രണ്ടെണ്ണം. അതറിയില്ല. ഇത് നമ്മളെ സ്വന്തം ആളാ ദീപു. വീട്ടിലേ മേടില്ല നമ്മ എന്താ കിടുക്കാല കിടക്കുന്ന? ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. UK എന്നുള്ളതാ. ഞാൻ എന്ത് ചെയ്യാൻ നോക്കി നടക്കാണ്. അതെ, വൈകിട്ടേ ഇവിടെ തീ കത്തിക്കുമ്പോ എല്ലാം കൂടെ ചക്കയിലൊട്ടും. ഇവിടാ നല്ല മഴ, മഴയത്ത് പൂളിക്കിടന്ന് ചാടുന്ന പിള്ളേര്. മിക്കി നനയുന്നുണ്ടോ? മിക്കിയുടെ അമ്മ ഇവിടെ. മിക്കിയുടെ കട്ടൻ കാപ്പിയും കുടിച്ച് മഴയത്തിരിക്കുവാണ്. നല്ല സൂപ്പർ കാപ്പി. ആ, നമ്മളെ വീട്ടിലെ കാപ്പിപ്പൊടിയാ. ദേ രണ്ടെണ്ണം. മണിയണ്ണന്റെ സുന്ദരി മോൾ എന്ത് ചെയ്യുന്നു? ഇതെന്തോത്തിനാ ഇങ്ങനെയാണോ അറിയണ്ടേ? ഞാൻ പറഞ്ഞോ, അപ്പൊ ശരിയാ. കാപ്പി സപ്ലൈ ചെയ്യുന്ന ആൾ, എന്തോ ഇളക്കുന്ന ആൾ. അപ്പോൾ ഇവിടെ തീ കായി കേട്ടോ. തണുപ്പത്ത് തീ കൊള്ളാൻ വന്നിരിക്കുക. നമ്മുടെ കപ്പ കേട്ടോ അടുപ്പത്ത്. ആ, ഒന്ന് അങ്ങനെ നിൽക്കട്ടെ. കാപ്പി കൊള്ളാവോ? കാപ്പി കൊള്ളാവോ? നമ്മുടെ കാപ്പിപ്പൊടിയാ. അത് ശാലിനി ചേച്ചിയുടെ പ്രിപ്പറേഷനാ. അല്ലാതെ മറ്റേ ഇത് എന്തൊക്കെയാ, എന്താണ്? ആ, ജീരകമുണ്ട്. നമ്മൾ കാപ്പിയേരി ജീരകം 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 അത് മഴയത്ത് ഇറങ്ങിയിട്ട് പാട്. അല്ല, മഴയത്ത് ഇറങ്ങിയിട്ട് ഡാൻസ് കളിക്കേ. ഓ, ചൈനയുടെ കൊച്ചാണ്. നീ നനഞ്ഞോടാ? ദേ വരുന്നുണ്ടോ? ഹലോ, എങ്ങനെയുണ്ട് മഴ? വെള്ളത്തിലൊന്ന് ചാടിയാ കൊള്ളാവുന്നുണ്ട്. ദേവത എന്താ അരിഞ്ഞു കൂട്ടോ? അതവിടെ നിൽക്കട്ടെ, ഇച്ചിരി പനിയൊക്കെ പിടിക്കട്ടെ. വേണമെങ്കിൽ ഇരുന്നോളൂ.
ആ അത് ആ ആഹാ പാട്ടിന് പറ്റിയ ഡാൻസാ. കറണ്ട് വന്നു പാടാ കറണ്ട് വന്നേ. കോപ്പറേറ്റ് ഇല്ലാത്ത പാട്ട് ആദ്യമായിട്ട് കിട്ടുന്നത്. അതെ പാവൻ്റെ ഏട്ടൻ എപ്പോൾ തുടങ്ങിയ തട്ടാന്നോ വേണ്ട ആൾ സഹായങ്ങൾ കുറേ ഉണ്ട്. താണ്ട് എൻ്റെ ദൈവം പാവം കഷ്ടപ്പെട്ട് നല്ല ഉടുപ്പൊക്കെ ഇട്ടുണ്ടെന്ന് എൻ്റെ കൊച്ചിൻ്റെ ഉടുപ്പല്ലേ ചളിയാക്കാൻ എൻ്റെ ഏട്ടൻ പിടിച്ചു നിർത്തി. എറിയല്ല കാണട്ടെ. ഞങ്ങള് കപ്പ അങ്ങനെ ഊറ്റി അവിടെ മീൻകറി തിളയ്ക്കുന്നു. അല്ല അടുപ്പില് ഒന്നും കാണുന്നില്ലേ? ആ ചക്കയുടെ തുടുപ്പ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ചക്കയുടെ തുടുപ്പ് അറിയാവോ? തുടുപ്പ് അത് തന്നെ അത് തന്നെ. ഇളക്കി തീർന്നിട്ട് വേണോ ഒന്ന് പഠിക്കാൻ. ഇളക്കി ഒന്ന് തീരട്ടെ. ആ ഇത് കപ്പ. ചക്കയ്ക്കും കപ്പയ്ക്കും ഒക്കെ നമ്മൾ ഐറ്റംസ് ഇത് തന്നെ. പ്ലേറ്റ് എന്റെ പൊന്നു ചക്കയുടെ തുടുപ്പ് അത് തന്നെ. ചക്ക അഞ്ചു വെച്ചേക്കുന്നുണ്ട്. അതും നമ്മുടെ വീട്ടിലൊക്കെ അറിയാമില്ല. ഇതേ ഇങ്ങനെ പഠിച്ചതിന് ഈ മടലേന്ന് അതിനാണ് ടേസ്റ്റ്. ഞാൻ കാണിച്ചു തരുന്ന കേട്ടോ. ഞാൻ വരുന്നു. മടലിന്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മള് പച്ചമുളക് അല്ല നമ്മള് പച്ചമുളകുണ്ട്. നീ പറഞ്ഞോട്ട് കിഴങ്ങാണാ കുടച്ചെടുത്തു ഇരിക്കണമെന്ന് പറഞ്ഞു. ചക്കത്തുടുപ്പൊക്കെ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടെത്തിക്കുന്നുണ്ട് വാങ്ങിലോട്ട്. ഞങ്ങളുടെ കമ്പനിയുടെ കുഞ്ഞു മുതലാളിയായി നിൽക്കുന്നത്. ഇതാണ് സൈനയുടെ ഒരേ ഒരു പുത്രൻ. അല്ല ഒരേ ഒരു പുത്രനെന്ന് ആ സോറിയുടെ മാറിപ്പോടാ. വേറെ ഒരു പുത്രനും ഒരു പുത്രനും കൂടെ ഉണ്ട്. ആ അവനത് കേട്ടാ അതെ. സുന്ദരനായ പയ്യൻ ഇവനാ. ദേ ഒരെണ്ണം പോന്നു. ഇവിടൊക്കെ അത് ബൈൻഡ് ചെയ്തിട്ട് പോടാ.
എന്ത് കേട്ടില്ല എന്തോ പറഞ്ഞവര് സുന്ദരനല്ലാത്തൊരു പയ്യന്ന്. സുന്ദരനല്ലാത്തൊരു പയ്യൻ വന്ന് തന്നല്ലേ? ആ സുന്ദരനല്ലാത്ത പയ്യന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ചക്ക അടുപ്പത്ത് വെച്ച് നിങ്ങളിത് എന്തോത്തിന് മത്സരിച്ചിരുന്ന് അരിയുവാ. ചക്ക അടുപ്പത്ത് വെച്ചു ഇപ്പോ അത് നിറഞ്ഞ് അതെനിക്കൊന്നൊന്ന് ചൂടടിക്കുമ്പോ താഴൂലേ, അപ്പൊ അത് കുത്തി നിറയ്ക്കാം. എടാ ഇത് കപ്പ, ഇത് ചക്ക വറക്കാൻ. ഈ ചക്ക പോരാ, വീട്ടിൽ നിന്ന് വേറെ ചക്ക എടുപ്പിക്കണോ? ജീരകം വേണ്ട. ചക്കക്കകത്താ, ചക്കയുടെ അതേ നിറം ഉടുപ്പിനെ. പറത്തുന്നു. അതെ, ആളനങ്ങുന്നേ ഉള്ളു, ചക്ക ഇളകുന്നില്ല. ആരോടോ ഉള്ള ദേഷ്യം അങ്ങ് തീർക്കുക. ആരുടെ? ഓ ഹാപ്പി ബർത്ത്ഡേ ടു യു ശോഭമേ. ഇതിന്റെ പിറന്നാളാ? ഇതിന്റെ ഇദ്ദേഹത്തിന്റെ? അതെ സൈന, ഇതായിരുന്നു ബർത്ത്ഡേ ഗേള്. സൈന മോളെ, ഇതാണോ പിറന്നാൾ കുട്ടി? പിറന്നാളായിട്ട് നല്ലൊരു ജോലി. കേക്കൊക്കെ എല്ലാരും കട്ട് ചെയ്യും. ചക്കയിളക്ക്. അതെ, ചക്ക മുറിച്ച്. ആ അപ്പൊ കറക്റ്റായി എല്ലാ. അതെ, മോളുടെ വീഡിയോസിലുണ്ട്. പക്ഷെ അതൊരു വേറെ വൈബാണ്. ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ആ ടെന്റും കെട്ടി. ഞാനിപ്പോഴേ ഒരു ത്രെറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം വരുന്നു, ഒരു പരിപാടി ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞ് പോവാം. ദീപ്തി ഒരു വലിയ പരിപാടി ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട്. അത്രയേ ഉള്ളൂ. ഐ വെയിറ്റ് പേഷ്യൻ്റ്ലി. അത് she has our blessings. It won't take much time. She has all our blessings. She will do it fast. ഒരു വർഷം കൊണ്ട് തീർക്കത്തില്ല. പോയി. ഏറ്റവും സ്വാദ് അവിടെ എടുക്കല്ലോ. സ്വപ്നയോ? വെള്ളത്തിന്റെ അടി നോക്ക്. നല്ല തെളിഞ്ഞ അത് കുളിക്കുവാണോ മുങ്ങുവാണോ? മുമ്പേ ഇറങ്ങിയതാ പുള്ളിക്കാരത്തി. ഒരു ഡ്രസ് നനച്ചത്. ദേവു എവിടെ? സ്വപ്ന എവിടെയാ? സ്വപ്ന ആഹാ, ദേ ഹാൻഡ് ബാഗ് ഒക്കെ ഇട്ട് വന്ന്. ബാഗ് ഇങ്ങതാ. ബാബാ കയറുക. വീണോ? അയ്യോ, ഇന്നലത്തെ നമ്മുടെ വീഡിയോയില് ഇന്നത്തെ സെലിബ്രിറ്റി അല്ലേ കുഞ്ഞാ? എന്താ നമ്മളെ ഇത്രയും നാള് സ്കാൻ ചെയ്ത് പഠിച്ചതിനപ്പുറം കഴിവാണ് അദ്ദേഹം. കമന്റ് കാണാറുണ്ട്. നമ്മൾ ഒരാളെ പറഞ്ഞു മാത്രം തെറ്റിദ്ധരിക്കില്ല. ചിലപ്പോ മനസ്സിൽ ടച്ചാകുന്ന ഒരു കമന്റ് അത് കൃത്യമായിട്ട് തിരിച്ചു. ചെയ്യാം. അവിടെ വെച്ചാണി എന്റെ കിടു എന്ത് വീണ് മൂത്താൽ. എനിക്ക് ഒരു മിനിറ്റ് അവിടെ ഇരിക്കേ. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എല്ലാം കൊടുത്തിട്ട് അമ്മ, ഇതാണ് സൈന. എന്റെ അമ്മ, എന്റെ അച്ഛൻ വിഷം കൊടുത്തു. എന്താ വേണം? ഇല്ല കണ്ടിട്ടില്ല. അമ്മ വന്നിട്ടില്ല, കണ്ടിട്ടില്ലല്ലോ. ഓ, ഗായകന്റെ പാട്ട് കഴിഞ്ഞില്ലേ? മോഹൻലാല് ശ്രീനിവാസനെ പിന്നെ പറഞ്ഞോട്ടെ, ആളങ്ങനെ, അത് കുഴപ്പമില്ല. എന്നാലും ഞങ്ങൾക്ക് പറയാലോ. എന്റെ മോൻ തീക്കണലുണ്ടാക്കുന്നു. അത് കുഴപ്പമില്ല. അതിന് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആകുമ്പോ വരാം. ഇന്ന് പിറന്നാളാ ചേച്ചി? അതെ, ഇതിന്റെ ആരുടെ തുറന്നു നോക്കുന്നില്ലേ? ഓ
ആ കാണാം. അമ്മ ചെളി ആവാണ്ട് മാറ്റി വെക്കണം. അമ്മയ്ക്ക് അമ്മേ വേണ്ടേ വേണ്ടേ വേണ്ട വേണ്ട അങ്ങനെ ഇളക്കാതെ. എന്താ പറ്റി കിടു എന്താക്കളെ? जब से देखा मैंने तुझको ഈ സൈഡിലോട്ട് നിൽക്കാവോ? അവിടെടാ എന്നാ വീഡിയോ ഇട്ടിട്ടെ. പക്ഷെ അതുപോലെ ഇന്ന് ഞാൻ അറിയാവുന്ന കേട്ടോ, നല്ല ഭയങ്കര പാട്ടോ. പിന്നെ അതുപോലെ ഒരുപാട് ഹിന്ദി പാടം ചാച്ചി. അമ്മ അങ്ങ് സഹിക്കുക. പിന്നെയും ജന്മമുണ്ടെങ്കിൽ പാടിക്കോ. അപ്പൊ ഞാനും അതിനടുത്തടുത്ത് ഞാനും എനിക്ക് ഓർമ്മയുള്ള നല്ല നല്ല പാട്ടുകൾ. അവിടെ ചെല്ല്. പക്ഷെ horrible voice ആണ്. അതൊന്നും കുഴപ്പമില്ല, അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പാടട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നന്നൂട 850 नदी का किनारा ये चंचल हवा कहा दो दिलों ने कि मिलकर कभी हम न होंगे जुदा ये वादी ये मौसम नदी का किनारा ये चंचल हवा. ചേച്ചി ബാക്കി പാട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി ചന്ദ്ര ഹവയുണ്ട്, ഈ മോശമുണ്ട്, ചാന്ത് ജയ്സെ രംഗ് ജയ്സെ ബാൽ അതല്ലേ ബിന്ദിയ സിതാര. മലയാളം പാട്ട്. കിടു ജൈവ പൊത്തി. ചിക്കൻ പക്കാൻ ഇനിയൊരു ജന്മം കൂടി നമുക്ക് ഇനിയൊരു ജന്മം നീ ജന്മം മറ്റേ അടുപ്പിരിക്കുന്ന അതിന്റെ ഒക്കെ ഇട്. മീൻ കഴിക്കാത്തതാ ചപ്പാത്തി കഴിക്കാം. ചിക്കൻ ആവുന്നുണ്ട്. കട്ടൻ ചായ കിട്ടാ തരാ. ചോദിച്ചപ്പോ നിനക്ക് വേണ്ടാന്ന് പറഞ്ഞാണോ? വേണ്ടാന്ന് പറഞ്ഞാ മധുരം വേണമെങ്കിൽ ഇട്ടുതരാം കേട്ടോ. മധുരം കുറവാണ്. എരി കൊണ്ട് മധുരം ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാവാത്തോണ്ട് കരി. ആ
എല്ലാരും അങ്ങോട്ട് വരാം. ഡാൻസാ ഡാൻസും പാട്ടൊക്കെ വേണേ. ആ തുടങ്ങ് അല്ല ഇവര് കഴിക്കാണ്. സേന അടിപൊളിന്ന് ഇതൊക്കെ എന്തല്ലേ സേന സിംഗപ്പൂരിൽ വെച്ച് കഴിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഉണ്ടാക്കി തന്നു. ഇതിപ്പോ മസാല നമ്മള് തലേ ദിവസം പറത്തി നേരല്ലേ വെച്ചിട്ടുള്ളൂ. ആ അമ്മ കഴിക്കൂല ചിക്കൻ. ശരിക്കും ഞാൻ തലേ ദിവസം ചേട്ടാ ഇരിക്കേട്ടാ എവിടെയും ഒരു ചപ്പാത്തി തരട്ടെ. പറ്റിച്ചല്ലേ അല്ല കഴിച്ചിട്ടോ കഴിക്കണേ. നമ്മുടെ ചിക്കൻ നമ്മുടെ ചിക്കൻ നമ്മുടെ ചിക്കൻ ദേ വലിയ കോഴി. ഇതിലെല്ലാം ചുട്ടത്. ഇതൊന്ന് ഒറിജിനൽ പച്ചക്കോഴി. എന്റെ കാലം വരെ ഉള്ളു പറയുന്നില്ലേ. പ്ലേറ്റ് വേണ്ടേ കിടുവേ? ചിക്കൻ വേണ്ടേ? എപ്പോ? ഇത് പിന്നെ വെള്ളത്തിലിറങ്ങിയോ? അതിന്റെ സൈഡിൽ കൂടെ ഒന്ന് കഴിച്ചോ? എപ്പോ? എടാ കള്ള. ചേച്ചി വേണ്ടേ ചിക്കൻ? വേണ്ടേ ചിക്കൻ? വേണ്ട രണ്ടാൾക്കും വേണ്ട? എടോ ഇച്ചിരി മനസ്സുണ്ട്, പകുതി മനസ്സുണ്ട്. വാ എന്ത് പ്രശ്നം? ഇച്ചിരി കഴിക്കുവാ. ചൂടുവെള്ളം വേണം ആർക്കേലും കുടിക്കാൻ? നിനക്കെന്താ വേണ്ടേ? വളരെ ആലോചിച്ച് കഴിക്കുന്നേ. ധൈര്യമായിട്ട് വെച്ചോ. ശരിയായോ? ചേച്ചി ആ ബേസ് ബോർഡില്, ആ ബേസ് ബോർഡിന്റെ അകത്ത് അതിനല്ലാണ്ട് കോപ്പിറൈറ്റ് ആയിരിക്കും. ഓ ഗുഡ് നൈറ്റ്. ഞാൻ ഇപ്പൊ കയറി വന്നോളാം. അവര് മേളത്തെ സ്റ്റൈലാണ് കിടക്കുന്നത്. ആരുമില്ല പൊയ്ക്കോ. നിങ്ങളെ പോലൊക്കെ ആക്റ്റീവായവരെ കണ്ടു കഴിയുമ്പോ ഉണ്ടല്ലോ. ഞാൻ 63 പറഞ്ഞ 36. എനിക്ക് 36 വയസ്സേ ഉള്ളൂ. ഞാൻ ഒരുപാട് എൻജോയ്. ഞാൻ 36 വയസ്സേ ഉള്ളൂ. അതങ്ങനെ ഒരെണ്ണം മത്തേലെന്ന് പറയാറില്ല, മസാലയെന്ന് പറയുന്നത്. മസാലയിലിട്ടുണ്ടാക്കാൻ. ഇവിടുത്തെ ആയോണ്ട് അല്ലേ മോർണിംഗ് വാ. ആ അമ്മുവൊക്കെ ഇവിടെ ഉണ്ടമ്മ. ഇന്ന് നാളെ രാവിലെ പോത്തുള്ളൂ. ഓ ആ ആ ആ അമ്മുവിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ. അതെ മണിയമ്മയെ കണ്ടോ? മണിയമ്മക്കുള്ള സാധനം അമ്മു അവിടെ എത്തിച്ചില്ലെങ്കിൽ പറഞ്ഞാൽ മതി. അല്ല അമ്മു അവിടെ എത്തിച്ചില്ല മണിയമ്മ ചോദിക്കും കമന്റ് ഇട്ട് എവിടെ എന്റെ സാധനം എന്ന്. ആരാ കൊണ്ടുപോകുന്നത്? അമ്മോനുണ്ട്. അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ്. ഇതാണ് ആ കാടിന്റെ ഭംഗി. കോടമഞ്ഞ്, മഞ്ഞോട് മഞ്ഞ്. വേണ്ട രാവിലെ ഒരു ട്രിപ്പ് കഴിഞ്ഞ 5 മണി തൊട്ട് ഇതിപ്പോൾ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. എക്സസൈസാ നല്ലതാ. അപ്പോൾ പിറ്റേ ദിവസമായി. നമ്മൾ എല്ലാവരും ഓരോ പടിയിലും കാര്യത്തിലും തിരക്കിലുമാണ്. ഞാനെൻ്റെ ഡയറിയുമായി നടക്കുന്നു. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. മൊത്തം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. രാത്രിയായപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിപ്പോയി. വന്നവർ പണിയെടുക്കുന്നു. മുട്ട പൊളിക്കുന്ന ആൾ. ആഹാ കുട്ടി ചെട്ടിയൊക്കെ ഉണ്ടല്ലോ. ആദ്യമേ
ഹായ്. ഈ വെള്ളത്തിൽ കിടക്കുന്ന ഒന്ന് രണ്ടെണ്ണം. ഇത് ഞാൻ എടുത്ത് ആലോചിക്കുന്നേ ഉള്ളൂ. ഈ കാരണം പ്രതീക്ഷിച്ചതാണ്, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരുപാട് ടൂർ ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ KSRTC കൂടെ പോയിട്ടുണ്ട്. അവരുടെ സമയപരിധിക്കുള്ളിൽ നമ്മൾ പോകണം. ഇതിവിടെ വന്നപ്പോൾ ഞാൻ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. 2 ഹട്ട് നല്ല മരത്തിൽ പൊട്ടിക്കെട്ടിയ 2 ഹട്ട്, 2 സ്ഥലങ്ങളിൽ 2 സ്വിമ്മിംഗ് പൂള്. അപ്പൊ നമുക്ക് പേടിക്കണ്ട, പ്രകൃതി കാടാണെന്ന് വിചാരിച്ച് പേടിക്കണ്ട. ഇവിടുത്തെ ഒരു ചേട്ടന്റെ സ്വന്തമാണ്. ആ ചേട്ടൻ നമ്മൾ ശബരിമലയൊക്കെ കാണത്തക്കോണം അതുപോലൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഭക്ഷണം വന്നോണ്ടേ എല്ലാം നാടൻ ഭക്ഷണങ്ങൾ, കൈതച്ചക്ക, അവിയു. നാടൻ ഭക്ഷണം കൈതച്ചക്ക അവിയു. ആരെയോ വിളിച്ച് പറയുന്നുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് കുറേ ചക്ക, പഴുത്ത വ്യത്യസ്തമായ വരിക്കച്ചക്ക, പഴുത്തതും പച്ച. കപ്പയോ ആ കപ്പ പുഴുങ്ങി എന്റെ ജീവിതത്തിൽ ഇതുപോലെ കപ്പ കഴിച്ചിട്ടില്ല. അതിന്റെ ചേരുവ നല്ല മുളകൊക്കെ ചേർത്ത് നല്ല ഞങ്ങൾ പറഞ്ഞു പറയിക്കുന്നതല്ല. വന്നവരെല്ലാവരും ഒരേ മൈൻഡ് സെറ്റോട് കൂടിയുള്ളവരായതുകൊണ്ട് വളരെ ഹാപ്പിയായിരുന്നു. വീണ്ടും വരണം. എല്ലാവരും ഇവിടെ വന്ന് കാണേണ്ടുന്നതാണ് ഈ പ്രകൃതി സൗന്ദര്യം. ഇവിടുത്തെ ആക്ടിവിറ്റികൾ കണ്ട അണ്ണാണേ ഇങ്ങോട്ട് നോക്കൂ. ഒന്നും ചെയ്യാനില്ലാത്തൊരു ഓല മടയുക. എനിക്ക് കുറച്ച് ഓല മെടയാനുണ്ട് കേട്ടോ. ഞാൻ വിളിക്കാവേ. അമ്മൂറ്റൊക്കെ സൈന അവിടെ നൊസ്റ്റാൾജിയ കാണണേ വാ. എന്റെ കയ്യിലുണ്ട്, ഞാൻ ഇട്ട് തരാം. ഓ ഡാൻസ് ഒക്കെ പഠിച്ച അച്ചാച്ചിക്കൊണ്ട് സ്റ്റോപ്പ് മാറിയുന്നില്ല. നീ ഫോട്ടോയിലാവും.